എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ ഒരു 8 ഡിപ്രഷൻ സിംറ്റംസിനെ കുറിച്ച് ഞാൻ പറയും. അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയും അതേസമയം ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ലാത്തതുമായ 8 സിംറ്റംസ്. അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മാനസികമായി വളരെയധികം സാഡായിരിക്കുക, കരയുക എന്നുള്ളതൊക്കെയാണ് സാധാരണഗതിയിൽ ഡിപ്രഷൻ്റെ സിംറ്റംസായി നമ്മൾ കാണാറ്. പക്ഷേ മേജർ ഡിപ്രഷൻ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മുടെ കൂടെയുള്ള ഒരാളിൽ അദ്ദേഹത്തിന് ഈ മേജർ ഡിപ്രഷൻ ഉണ്ടോ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ കണ്ടെത്തി ചികിത്സിക്കുകയും വേണം എന്നുള്ളത് മറക്കാതിരിക്കുക. ഈ പറയുന്ന ഡിപ്രഷൻ്റെ സിംറ്റംസ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതായിരിക്കാം. അതല്ലെങ്കിൽ കണ്ടാലും നമ്മളതിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഡിപ്രഷൻ സിംറ്റംസ് എപ്പോഴും ഒബ്വിയസ് ആയിക്കോണമെന്നില്ല. അതായത് ഈ പറയുന്ന കരയുന്ന പോലെയോ, എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് പോലെയോ, ആരോടും ഒന്നും മിണ്ടാതിരിക്കുന്ന പോലെയോ, എപ്പോഴും ആലോചിച്ചിരിക്കുന്ന പോലെയോ ആയിക്കോണമെന്നില്ല. അതല്ലാതെ തന്നെ മറ്റ് പല ഡിപ്രഷൻ സിംറ്റംസും അവൈലബിൾ ആണ്. അതും മനസ്സിലാക്കേണ്ടതാണ്. ഒരു പാറ്റേൺ അല്ല ഡിപ്രഷനുള്ളത്, പലതരത്തിലുള്ള പാറ്റേൺ. ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും വരിക. വളരെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റം പെട്ടെന്ന് കൂടുതലായി എന്ന് വരാം. TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്ത് നടക്കാൻ പോയി എന്ന് വരാം. എന്തെങ്കിലും കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്നൊരു സ്ഥലത്ത് ഇരുന്ന് ആ കാര്യം ചെയ്യുന്നത് നിർത്തി ആലോചിക്കുന്നതായിട്ട് വരാം. ചിലപ്പോൾ കൂടുതൽ സിവിയറായിട്ട് വരാം. ചെയ്യുന്ന വിഷയങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാതെ വരാം. സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും ഡിപ്രഷൻ സിംറ്റം ഉള്ളവരെ, നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ആണെങ്കിലും, ഈ സൂയിസൈഡൽ ടെൻഡൻസി, ആത്മഹത്യാ പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ ഈ സിംറ്റംസിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടതും അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതും അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ളത് ഞാൻ നല്ല രീതിയിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സൈക്യാട്രിസ്റ്റിന് സഹായം വേണ്ടിവരും. സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവർക്ക് ഒരു പക്ഷേ കൗൺസിലിംഗ് കൊണ്ട് തന്നെ മാറ്റം വരും എന്ന് പറയാനാവില്ല. തെറാപ്പി കൊണ്ട് മാറ്റം വരുമെന്ന് പറയാനാവില്ല. സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം വേണ്ടിവരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും മരുന്നിൻ്റെ സൈഡ് എഫക്റ്റെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മൾ സംസാരിക്കുന്നത് വിലപ്പെട്ട ഒരു ജീവനെക്കുറിച്ചാണ് എന്ന് ഓർമ്മ വേണം. നമ്മുടെ ഡിപ്രഷൻ്റെ സിംറ്റംസിനെ അല്ലെങ്കിൽ ഡിപ്രഷനെ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ ഡിപ്രഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ സഹായകരമായിട്ടുള്ള പ്രധാനപ്പെട്ട 8 സിംറ്റംസ് നമ്മൾ ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ലാത്ത 8 സിംറ്റംസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമത്, ട്രബിൾ സ്ലീപ്പിംഗ്, ഉറക്കത്തിലെ ഡിസ്റ്റർബൻസ്. സാധാരണഗതിയിൽ ഡിപ്രഷൻ ഉള്ള ആൾ എനർജി വളരെ കുറവായിരിക്കും, മോട്ടിവേഷൻ വളരെ കുറവായിരിക്കും. ജീവിതം ആ ദിവസം മുഴുവൻ എനർജി കുറഞ്ഞ, മോട്ടിവേഷൻ കുറഞ്ഞ ഒരാളായിരിക്കും. രാത്രി ഉറക്കം വളരെ കുറവായിരിക്കും, ഉറങ്ങാൻ സാധിക്കാത്ത വ്യക്തി. അതല്ലെങ്കിൽ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ പറയുന്ന എനർജി വളരെയധികം സാപ്പ് ആവുന്നതുകൊണ്ട്, വളരെയധികം കുറവായതുകൊണ്ട്, മോട്ടിവേഷൻ വളരെ കുറവായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം, മറ്റു ചിന്തകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഇഷ്ടപ്പെട്ട വിഷയം ഉറക്കമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് കൂടുതൽ സമയം ഉറങ്ങി ചെലവാക്കുക എന്നുള്ള ഒരു ബിഹേവിയർ പാറ്റേണും അല്ലെങ്കിൽ ഒരു ആക്ഷൻ പാറ്റേണും ഇവരിൽ കാണാറുണ്ട്. ഇത് രണ്ടും ഡിപ്രഷൻ സിംറ്റംസ് ആണ്. രണ്ടാമതായി, ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ അങ്ങോട്ട് താല്പര്യമില്ലാതാവുക എന്നർത്ഥം. ഗാർഡനിങ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് ഗാർഡനിങ്ങിൽ യാതൊരു താല്പര്യവുമില്ല, അല്ലെങ്കിൽ പുറത്ത് പോകാൻ പോലും പറ്റുന്നില്ല, യാർഡിൽ, അതായത് ഈ പറയുന്ന ഗാർഡനിൽ ഒന്ന് നടക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ. നല്ലപോലെ പുസ്തകം വായിച്ചിരുന്ന ആൾ ഉടനെ പുസ്തകം വായിക്കാതാവുക, അതിൽ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുക. നല്ലപോലെ TV ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് TV പ്രോഗ്രാം നിർത്തുക, പുറത്തു പോയിരുന്ന് ചിന്തിക്കുക. അങ്ങനെ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ താല്പര്യമില്ലാതാവുക എന്നുള്ളത് ഒരു സിംറ്റമാണ്. അടുത്തത്, ഇൻക്രീസ് ഇൻ എനർജി. പലർക്കും ഈ ഡിപ്രഷൻ കൊണ്ട് എനർജിയിൽ പെട്ടെന്ന് ഇൻക്രീസ് വരും. അതായത് അവർ വളരെയധികം ചിന്തിച്ച് വിഷമിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അവർ തീരുമാനിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ എല്ലാം ശരിയാവും എന്ന് വിചാരിച്ച് സ്പോണ്ടേനിയസ് ആയിട്ടൊരു തീരുമാനമെടുക്കുകയും പെട്ടെന്ന് അവർക്ക് എനർജി വരികയും ആ എനർജി ഉപയോഗിച്ച് അവർ എന്തെങ്കിലും ചെയ്തു എന്ന് വരെ വരാം. ഇത്തരം സാഹചര്യങ്ങളിലാണ്
സ്വയം മുറിവേൽപ്പിക്കുകയും പെട്ടെന്ന് എഴുന്നേറ്റ് എവിടെയെങ്കിലും പോയി തലയാഞ്ഞടിക്കുകയും പെട്ടെന്ന് ദേഷ്യം വരികയും പലപ്പോഴും ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷനിൽ സൂയിസൈഡൽ ടെൻഡൻസി വരുന്നതും ഇതൊക്കെ കാരണമാണ്. പെട്ടെന്നുള്ള എനർജി കൂടുന്നത് കൊണ്ട്. എനർജി കൂടുന്നത് എന്തുകൊണ്ടാണ്? അവർ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തുന്നു. ആ തീരുമാനം നടപ്പാക്കുവാൻ വേണ്ടി പെട്ടെന്ന് എനർജൈസ് ആകുന്നു എന്നർത്ഥം. അപ്പോൾ ഈ സിംറ്റം വളരെ പ്രധാനമാണ്. ഈ ഡിപ്രഷൻ ഉള്ള ആളുകൾ നമ്മളെപ്പോഴും അവരെ വാച്ച് ചെയ്യണം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയാണ്. നാലാമത്, അപ്പറ്റൈറ്റിൻ്റെ ഭാവത്തിൽ, വിശപ്പിൻ്റെ ഭാവത്തിൽ മാറ്റങ്ങൾ വരാം. ഈ ഡിപ്രഷൻ ഉള്ളത് കൊണ്ട് അവർ ആങ്ഷ്യസ് ആവും, പലപ്പോഴും വിശപ്പ് കൂടാം, പലപ്പോഴും ഒട്ടും വിശപ്പില്ലാതെയും ആവാം. അദ്ദേഹത്തിൻ്റെ ഫിസിക്കലായിട്ട് കാര്യങ്ങളിൽ ഒരു വെൽബീയിങ്ങിന് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട്, മിക്കവാറും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് താല്പര്യമില്ലാതാവും. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിന് താല്പര്യമില്ലാതാവുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹം കുറച്ചു ഒരു പക്ഷേ നിർത്തിയെന്ന് തന്നെ വരാം. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം പേഴ്സണൽ ഹൈജീനിലും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത അവസ്ഥ വരും. അതായത് നേരെ മുടി വാരില്ല, കെട്ടിവെക്കില്ല, ശരീരത്തിൻ്റെ ക്ലീൻ ചെയ്യാനുള്ള സാഹചര്യം, കുളിക്കില്ല, പല്ല് തേക്കില്ല, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഹൈജീൻ, അതിലും അദ്ദേഹത്തിന് മാറ്റങ്ങൾ വരാം. അഞ്ചാമത്, ഫീലിംഗ് ഓർ സീമിങ് ഓൺ എഡ്ജ്, എപ്പോഴും എഡ്ജിൽ റെഡി ആയിരിക്കുക, എന്തോ സംഭവിക്കും, റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുക. പല കാര്യങ്ങളിലും ഡിപ്രഷൻ ഇറിറ്റബിലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ദേഷ്യം വരിക, ക്ഷമയില്ലാത്ത അവസ്ഥ, ആങ്സൈറ്റി വരിക, അങ്ങേയറ്റം വറി ചെയ്തുകൊണ്ടിരിക്കുക, നെഗറ്റീവ് തോട്ട്സ് ധാരാളം ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങൾക്ക്, ആങ്സൈറ്റിക്ക് പ്രധാനമായും വുമനാണ്, സ്ത്രീകളാണ് കൂടുതൽ ഈ പ്രശ്നം അനുഭവിക്കാറ്. ആറാമതായി, എക്സ്പ്രഷൻസ് ഓഫ് ഗിൽറ്റ്, കുറ്റബോധം നല്ല രീതിയിൽ അവർക്കുണ്ടാവും. വർത്ത്ലെസ്നെസ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഒന്നിനും കൊള്ളാത്തവളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത വരാം. ഈ കുറ്റബോധവും ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള ചിന്തയും സാധാരണഗതിയിൽ മേജർ ഡിപ്രസീവ് ഡിസോർഡറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് APA കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ഗിൽട്ടി ആവുന്നു. അവർ വിശ്വസിക്കുന്നത് എൻ്റെ ഡിപ്രഷൻ മാറ്റിയെടുക്കാൻ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റിയെടുക്കാൻ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല, ഞാനും ആരുടെയും സഹായം തേടുന്നില്ല, ഞാൻ ഹെൽപ്ലെസ്സായി പോയി എന്നുള്ളൊരു ചിന്ത അവരിൽ കുറ്റബോധമുണ്ടാകുന്നു. ഏഴാമത്, അൺഎക്സ്പ്ലെയിൻഡ് ഫിസിക്കൽ സിംറ്റംസ്. പറഞ്ഞ പോലെ ഡിപ്രഷൻ്റെ കൂട്ടത്തിൽ ആങ്സൈറ്റി വരുന്നു. മൈൻഡും ശരീരവും കണക്റ്റഡ് ആയതുകൊണ്ട് ഡിപ്രഷൻ പല ശാരീരിക പ്രശ്നങ്ങൾക്കും കാരണമാവാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെഡേക്ക് ഉണ്ടാവാം, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, അതായത് ദഹന പ്രക്രിയയിലെ പ്രശ്നങ്ങളുണ്ടാവാം, കോൺസ്റ്റിപ്പേഷൻ ടൈപ്പ് ഉണ്ടാവാം, അതേപോലെ പല സ്ഥലങ്ങളിലും വേദനകൾ, പല രീതിയിലുള്ള വേദനകളുണ്ടാവാം. ആങ്സൈറ്റി കാരണം പലപ്പോഴും നമുക്ക് ശാരീരികമായിട്ടുള്ള ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതെല്ലാം ഡിപ്രഷൻ്റെ ലക്ഷണമാണ്, നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത ലക്ഷണങ്ങളാണ്. എട്ടാമതായി, ഈ ഡിപ്രഷൻ ഉള്ളവർക്ക് ഒരു ഡാർക്ക് സൈഡ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവർ തന്നെ പറയും. വളരെ പെട്ടെന്ന് ഈ ഡാർക്ക് സൈഡിനോട് താല്പര്യം കാണിച്ചു തുടങ്ങും. മരണത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക, ഈ പ്രേതങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള ആത്മാക്കളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുക, അങ്ങനെയുള്ള വീഡിയോകൾ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുക. ഇത്തരം കാര്യങ്ങൾ അവർക്ക് പെട്ടെന്നൊരു ജിജ്ഞാസ തോന്നും. ആ രീതിയിൽ അവർ സംസാരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ചിലപ്പോൾ ഞാൻ പോയതിനു ശേഷം, എൻ്റെ മരണശേഷം എന്നുള്ള കാര്യങ്ങൾ അവർ കൂടുതലായി പറയുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് ഒരു ഡിപ്രഷൻ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഡിപ്രഷൻ മറ്റുള്ളവർക്കുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള 8 സിംറ്റംസ്. ഈ സിംറ്റംസിൽ 1 or 2 ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളതിനെ അവഗണിക്കരുത് എന്ന് പറയണം. അവഗണിക്കരുത്. അതിനുശേഷം തീർച്ചയായും ഒരു സൈക്യാട്രിക് ഹെൽപ്പോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹെൽപ്പോ നിങ്ങൾ തേടേണ്ടതാണ്. വളരെ വ്യക്തമായി പറയുന്നു, മിക്കവാറും എല്ലാ ഡിപ്രഷനും കൃത്യമായ മരുന്നും കൃത്യമായ തെറാപ്പിയും കൊണ്ട് കുറച്ച് കാലത്തിനുള്ളിൽ മാറ്റിയെടുക്കാൻ സാധ്യമാണ്. ഈ കുറച്ച് കാലം എന്ന് പറയുമ്പോൾ അതും കൃത്യമായി മനസ്സിലാക്കണം. ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം, 1 or 2 മാസം മരുന്ന് കഴിച്ചുകൊണ്ടോ തെറാപ്പി ചെയ്തതുകൊണ്ടോ ഈ ഡിപ്രഷൻ മാറാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ല. തുടക്കത്തിലാണെങ്കിൽ ഒരു പക്ഷേ മാറിയെന്ന് വരാം, അല്ലെങ്കിൽ ഇത് മാറില്ല. ദയവ് ചെയ്ത് മരുന്നിന് ശരീരത്തിൽ ആക്ട് ചെയ്യുവാനുള്ള സമയം കൊടുക്കണം. എന്തെങ്കിലും മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് വരികയാണെങ്കിൽ അത് ഡോക്ടറോട് പറയണം. ആരെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു പക്ഷേ ഡോക്ടർ മരുന്ന് മാറ്റിത്തരും. അതല്ലെങ്കിൽ ഡോക്ടർ തന്നെ പറയും, തുടക്കത്തിൽ ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റ് ഒക്കെ സാധാരണമാണ്,
ശരീരം അതുമായി പൊരുത്തപ്പെട്ടു പോകുമ്പോൾ ഈ സൈഡ് എഫക്റ്റ് ഇല്ലാതെയാകും എന്ന് ഡോക്ടർ പറയും. ആ ഡോക്ടർ പറയുന്ന രീതിയിൽ പറയുന്ന പ്രകാരം മരുന്ന് കഴിച്ച് പെർസിസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയി ക്ഷമയോടുകൂടി തെറാപ്പിയും ചെയ്ത് 1 വർഷം 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചികിത്സ ചെയ്താൽ ഈ പറയുന്ന ഡിപ്രഷൻ പലതും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോതെറാപ്പിസ്റ്റിനെയോ കാണാൻ മടി കാണിക്കരുത് എന്നർത്ഥം.